വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ കാട് കയറ്റാനുള്ള ശ്രമം ഇന്നും തുടരും. കുങ്കിയാനകളെ എത്തിച്ചാണ് തിരച്ചിൽ. മേപ്പാടിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ ദൗത്യം ആരംഭിച്ചിട്ടുണ്ടോ? സുർജിത്ത്, ഉന്മേഷ, നിലവിൽ RRT സംഘം ഈ വനമേഖലയും തോട്ടമേഖലയും കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരുകയാണ്. ഈ തെരച്ചിൽ തുടരുക എന്ന് പറയുമ്പോൾ ഈ കാട്ടാനയെ ട്രാക്ക് ചെയ്യാൻ കഴിയണം. അതായത് 3 ആനകളുള്ള ഒരു സംഘമായാണ് ഈ ആനകൾ സഞ്ചരിക്കുന്നത്. ഒരു മോഴയാനയും ഒരു പിടിയാനയും ഒരു കൊമ്പനാനയും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രി ഇതേ ആന, അതായത് ആക്രമിച്ചത് ഈ അറുമുഖനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്ന് കരുതുന്ന ആന ഇന്നലെ രാത്രി ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രി ഇറങ്ങുകയും പിന്നീട് RRT സംഘം അതിനെ ഈ അട്ടക്കാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കാട് കയറ്റിയതുമാണ്. പക്ഷേ ഇതിനിടയിൽ വീണ്ടും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജനവാസ മേഖല എന്ന് പറയുമ്പോൾ അത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒരു ഭാഗത്തായി വനമുണ്ട്, ചുറ്റിലും വനമുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായി വലിയ പ്രതിസന്ധി ഈ വനംവകുപ്പ് അഭിമുഖീകരിക്കുന്നുമുണ്ട്. ഈ കാട്ടാന പല ഘട്ടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇന്ന് പുലർച്ചെയും, അതായത് 5 മണിയോടുകൂടി ആനയുടെ കാൽപ്പാടുകളടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പലയിടത്തും ഈ ആന ഇറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ RRT സംഘം ക്യാമ്പ് ചെയ്തിരുന്നു. അതേസമയം ഈ ആനയെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ട് അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ള തരത്തിലുള്ള ദൗത്യത്തിലേക്കാണ് വനംവകുപ്പ് കടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കുങ്കിയാനയാണ്. മറുഭാഗത്ത് അതിൻ്റെ തൊട്ടടുത്തായി മറ്റൊരു ആന കൂടിയുണ്ട്, വിക്രം എന്ന് പറയുന്ന മറ്റൊരു ആന കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇത് ഇപ്പോൾ കുന്നമംഗലം വയൽ എന്ന് പറയുന്ന ഈ കാപ്പംകൊല്ലിക്ക് അടുത്തുള്ള പ്രദേശമാണ്. കുന്നമംഗലം വയൽ വനംവകുപ്പിൻ്റെ ആസ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ ആനകളെ ഈ കുങ്കിയാനകളെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇവയെ ഇനി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്നത് ഈ തെരച്ചിലിൻ്റെ ഭാഗമായാണ് കൊണ്ടുപോവുക. അവിടെ വെച്ച് ഇതിനെ ഉചിതമായ സന്ദർഭത്തിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യം വനംവകുപ്പ് നടപ്പിലാക്കുക. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതിസന്ധി ഈ ഇവിടുത്തെ ഭൂമിശാസ്ത്രമാണ്. അത് പ്രത്യേകിച്ച് ഈ തോട്ടം മേഖല ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ നീക്കം നടക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.